വാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനുവേണ്ടി സ്തോത്രം. ഈ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച, ഈ വലിയ വെള്ളിയാഴ്ച ഉള്ള ഒരു ദൂത് ഒരെന്നൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 3 ദൂതുകൾ നേരത്തെ ദുഃഖവെള്ളിയാഴ്ച 3 ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. കുരിശിൽ കിടന്ന കള്ളന്മാരുടെ അനുഭവം, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി ചെയ്തത്, യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് എന്ത് നൽകുന്നു എന്ന് ചിന്തിച്ചു. എന്നാൽ ഇന്ന് മത്തായി സുവിശേഷം 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ലോകത്തിൻ്റെ നെറുകയിൽ, ഹല്ലേലൂയ ഉന്നതിയിൽ, ഹല്ലേലൂയ മാനവർക്ക് വേണ്ടി മരിച്ച, ഹല്ലേലൂയ 3 ആണികൾമേൽ തൂങ്ങപ്പെട്ട ഈ കർത്താവ് കിടക്കുമ്പോൾ ആ ക്രൂശിൻ്റെ അരികിൽ കൂടെ പോയ ചിലരെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട് നമ്മൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ പോയ ചില ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യത്തിൽ കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദൂഷിച്ചു. ആരാണ്? ഹല്ലേലൂയ, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. അവർ പറയുകയാണ്, മന്ദിരം പൊളിച്ചവൻ ഇവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ, ഹല്ലേലൂയ, ഇവൻ ദൈവപുത്രനാണെങ്കിൽ അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് അവനെ ദുഷിക്കുന്നതായുള്ള ഒരു ഹല്ലേലൂയ കടന്നു പോകുന്ന ഹല്ലേലൂയ മഹാപുരോഹിതനും ശാസ്ത്രിമാരും അങ്ങനെ പറഞ്ഞു. എന്തേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ അരികിൽ കൂടെ നടന്നു പോയ ഹല്ലേലൂയ അവർ അപ്രകാരം പറഞ്ഞു. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവർ നിന്ദിക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ നമുക്കറിയാം. അടുത്ത ഒരു ഭാഗമാണ് 27-ാം അധ്യായം 35 മുതൽ 36 വരെ. അവിടെ പറയുന്ന അടുത്തിരുന്ന ഹല്ലേലൂയ ചില പടയാളികൾ അവിടെ വായിക്കുകയാണ്. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവൻ്റെ വസ്ത്രം ചീട്ടിട്ട് ഹല്ലേലൂയ പതുക്കെടുത്തിട്ട് അവൻ്റെ കുറ്റം അവൻ്റെ മുകളിൽ എഴുതി വെക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവേ എന്ന്. ഹല്ലേലൂയ. ഈ അടുത്തിരുന്ന പടയാളികൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? അവർ യേശുവിനെ ഹല്ലേലൂയ കുറ്റം എഴുതി വെക്കുകയും അവൻ്റെ വസ്ത്രം ഹല്ലേലൂയ ചീട്ടിട്ട്, പ്രവചനം പറഞ്ഞതുപോലെ അവൻ്റെ വസ്ത്രം അവർ ചീട്ടിട്ട് ഇടിക്കുകയാണ്. ഹല്ലേലൂയ. നാം ക്രൂശിൻ്റെ അരികിൽ നമുക്ക് ഈ രക്ഷ കിട്ടിയെങ്കിൽ ഒരിക്കലും നമ്മൾ ഹല്ലേലൂയ ഈ ക്രൂശിനെ ഒരിക്കലും നിന്നുമാക്കരുത്. ഒരു കാലത്ത് നിന്നുമായിരുന്നു, ഇന്ന് നമുക്ക് വന്യമായിരിക്കുമ്പോൾ ഈ ഹല്ലേലൂയ ഈ പടയാളികൾ ചെയ്തത് ഹല്ലേലൂയ അവൻ്റെ കുറ്റം എന്താണെന്നും പറഞ്ഞ് അവനെ ദുഷിക്കുന്ന ഒരനുഭവം. ആ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഹല്ലേലൂയ ഈ ഹല്ലേലൂയ യേശുവിൻ്റെ കൂടെ ക്രൂശിച്ചതായുള്ള ആ കള്ളന്മാർ ആദ്യം അവരെ നിന്ദിക്കുന്നു, പിന്നെ ഹല്ലേലൂയ ഒരുത്തൻ വന്ദിക്കുന്നു, ഒരുത്തൻ അവനെ ദുഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രൂശിൻ്റെ അരികത്തൂടെ ഹല്ലേലൂയ ഇരുന്ന ഹല്ലേലൂയ പടയാളികളെ പോലെ ഹല്ലേലൂയ യേശുവിലൂടെ ഹല്ലേലൂയ കൂടെ ക്രൂശിച്ചതായുള്ള ഹല്ലേലൂയ കള്ളന്മാരെ പോലെ നമ്മൾ ഒരിക്കലും ഒരു നിന്ദാപാത്രമായി തീരല്ലേ എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് ഹല്ലേലൂയ 27-ാം അധ്യായം അതിൻ്റെ 54-ാം വാക്യത്തിൽ ഹല്ലേലൂയ കാത്തു നിന്ന ചിലരെ പറ്റി പറയുന്നു. ആരാണ്? ശതാധിപന്മാർ. ഹല്ലേലൂയ അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്ന അവർ എന്താണ്? അവിടെ നിന്നപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. ഹല്ലേലൂയ ഇത് കണ്ടിട്ട് അവരൊരു ദൈവപുത്രനാണെന്ന് സാക്ഷീകരിക്കുന്നു. ഹല്ലേലൂയ ശതാധിപർ ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഒരു ദൈവപുത്രനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ച ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് യോനാസ്നാപകൻ യോനാസ് 1:29 പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാട് ഹല്ലേലൂയ ശതാധിപനത് മനസ്സിലായി.
അവൻ ഈ ലോക സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ ഇരുട്ടായി, ഭൂകമ്പമുണ്ടായി. അവിടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സാക്ഷീകരിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ശതാധിപനിൽ കാണുവാൻ സാധിക്കുന്നു. 27-ാം അധ്യായം 55-ാം വാക്യത്തിൽ നോക്കി നിന്ന ചിലരെ പറ്റി പറയുന്നു. ആരാണ് അവർ? ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ച, ഹല്ലേലൂയ, അവനെ അനുഗമിച്ച സ്ത്രീകൾ. യേശുവിൻ്റെ അമ്മ മറിയയും മഗ്ദലക്കാരത്തി മറിയയും. അവിടെ എന്താണ് ചെയ്യുന്നത്? അവർ അവന് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. പാപത്തിൽ കടന്ന മഗ്ദലക്കാരത്തി മറിയ, അവനെ നൊന്തു പ്രസവിച്ച യേശുവിൻ്റെ അമ്മ, ഹല്ലേലൂയ, മറിയ, അവർ എന്ത് ചെയ്തു? അവനെ ശുശ്രൂഷ ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ, അവന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യണം. എന്താണ് നമുക്ക് ചെയ്തതിന് മറ്റുള്ളവരോട് നമ്മൾ വിളിച്ചു പറയണം. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമായിരിക്കണം. അതുകൊണ്ട് കടന്നു പോകുന്നവർ ദുഷിച്ചപ്പോൾ, അടുത്തിരുന്നവർ, ഹല്ലേലൂയ, അവനെ കുറ്റം വിധിച്ചപ്പോൾ, കാത്തുനിന്ന ശതാധിപൻ അവനെ, ഹല്ലേലൂയ, വന്ദിച്ചപ്പോൾ, ഹല്ലേലൂയ, നോക്കി നിന്ന ഗലീലയിൽ നിന്ന് സ്ത്രീകളും മറ്റുള്ളവരും അവനെ ശുശ്രൂഷ ചെയ്തു. അത് തന്നെയല്ല, നമുക്കറിയാം 57-ാം വാക്യത്തിൽ ക്രൂശിൻ്റെ അരികിൽ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആരാണ്? അരിമത്യാക്കാരൻ ജോസഫ്. ആ ജോസഫ് വന്നിട്ട്, അവൻ അവിടെ മന്ത്രിയായിരുന്നു. അവൻ, ഹല്ലേലൂയ, അവൻ്റെ സ്വാധീനം ഉപയോഗിച്ച് യേശുവിനെ കുരിശിൽ നിന്ന്, ഹല്ലേലൂയ, ഇറക്കിയിട്ട്, ഹല്ലേലൂയ, അവനാരും അടക്കാത്ത ഒരു കല്ലറയിൽ കൊണ്ട് അടക്കി സുഗന്ധവർഗം ധരിപ്പിച്ചു. ഹല്ലേലൂയ, യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അത് അവനെ ഇറക്കിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ, അവൻ മാന്യമായ രീതിയിൽ സംസ്കാരം കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, കാൽവറിയിലോട്ട് നാം ഒന്ന് നോക്കിക്കേ. മാനവജാതിക്ക് വേണ്ടി, ഹല്ലേലൂയ, ഈ ദൈവപുത്രൻ ഒരു മരക്കുരിശിൽ നിന്ദ്യമായ കുരിശേറ്റെടുക്കുമ്പോൾ അത് കണ്ടിട്ട്, ഹല്ലേലൂയ, അവിടെ നിന്ന് ആൾക്കാർ 27-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, നമ്മളൊന്ന് വായിച്ചു നോക്കണം. നമ്മുടെ, ഹല്ലേലൂയ, ഹൃദയം പൊട്ടുന്ന അനുഭവങ്ങളാണ് പലരുടെയും. ഹല്ലേലൂയ, എന്നാൽ നമ്മുടെ കർത്താവ് ഈ മരണത്തെ ജയിച്ച്, ഹല്ലേലൂയ, ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ, ഒരു നിശബ്ദമായ, ഹല്ലേലൂയ, ഒരു, ഹല്ലേലൂയ, ശനി ഉണ്ടെങ്കിൽ നമുക്കൊരു ഉയർപ്പുണ്ട്. നിന്ദിച്ചവരുടെ മുന്നിൽ വന്ദിക്കുന്നതായുള്ളൊരു ദൈവം, ഹല്ലേലൂയ, ഈ അന്ധകാര ശക്തികളെ മേൽ ജയമെടുക്കുന്ന, പ്രവചന നിവൃത്തിയാകുന്ന ഒരു സുദിനം ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ കുരിശ് കാണുമ്പോൾ, കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, തലകുലുക്കി അവനെ ദുഷിക്കുന്ന ഒരു മനോഭാവമാണോ? അവൻ പറഞ്ഞ വാക്യങ്ങളെ, ഹല്ലേലൂയ, ഒരു നിന്ദിക്കുന്ന ഒരു മനോഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ? അടുത്തിരുന്ന പടയാളികൾ, ഹല്ലേലൂയ, അവർക്ക് വസ്ത്രം മതി, അത് മേടിച്ചിട്ട് അവനെ കുറ്റം, ഹല്ലേലൂയ, പറയുന്നു. എന്നിട്ട് അവൻ്റെ കുറ്റം എന്താണെന്ന്, ഹല്ലേലൂയ, യഹൂദന്മാരുടെ രാജാവേ എന്നെഴുതിയ ആ ബോർഡ് അവരോട് അടിക്കുകയാണ്. മാനവജാതിക്ക് കാണുവാൻ വേണ്ടി ഒരു പരസ്യക്കോലമായി നമ്മുടെ കർത്താവിനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. എത്ര ദയനീയമായ അവസ്ഥയാണ്. അത് തന്നെയുമല്ല, കാത്തുനിന്ന ശതാധിപൻ, ഹല്ലേലൂയ, അവൻ ഈ ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഈ ശതാധിപനാണ്, ഹല്ലേലൂയ, അവനെ കുത്തിയപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ പടയാളികളിൽ ആരോ ഒരാൾ കുത്തിയപ്പോൾ അവൻ്റെ രക്തം അവൻ്റെ കണ്ണിലോട്ട് വീണപ്പോൾ അവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന് കാഴ്ച ലഭിച്ചതായിട്ട്, ഹല്ലേലൂയ, ചില പുസ്തകങ്ങളിലൊക്കെയും ചിലർ പറയുന്നുണ്ട്. എന്തുവായിരുന്നാലും, ഹല്ലേലൂയ, കാത്തുനിന്ന ശതാധിപൻ ഈ സംഭവങ്ങൾ കണ്ടിട്ട് അവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷിച്ചു. നോക്കി നിന്ന ഗലീലയിലെ വന്ന, ഹല്ലേലൂയ, സ്ത്രീകൾ, ഹല്ലേലൂയ, അവനെ ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട്, ഹല്ലേലൂയ, അരിമത്യാക്കാരൻ ജോസഫ് കുരിശിൻ്റെ അരികിൽ ചെന്നിട്ട് അത് താഴെ ഇറക്കി, ആരും അടക്കാത്ത ആ കല്ലറയിൽ അടക്കി വലിയ കല്ല് നീക്കി വെച്ചു. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിപ്പാൻ,
ഹല്ലേലൂയ നമുക്ക് സാധിക്കുമോ? അവന് ശുശ്രൂഷ ചെയ്യുവാൻ അവരോ വരുന്നിടത്തോളം നിങ്ങൾ എൻ്റെ സുവിശേഷം മാനവജാതിയോട് വിളിച്ചു പറ. നമുക്ക് പറയുവാൻ സാധിക്കണം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഈ ഭൂമിയിൽ ഹല്ലേലൂയ കടന്നു പോകുന്ന പലരും നമ്മെ ദുഷിക്കും. നമ്മൾ അടുക്കിയിരിക്കുന്നവർ ഹല്ലേലൂയ നമ്മളിൽ ഹല്ലേലൂയ കുറ്റം കണ്ടിട്ട് അത് എഴുതി പറയും. ഹല്ലേലൂയ നമ്മെ കാത്തു നിൽക്കുന്ന ഹല്ലേലൂയ അനേകർ നമ്മളെ കണ്ടിട്ട് ഇത് കണ്ടോ, യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് നമ്മെ നോക്കി പറയും. കാരണം യേശുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നോക്കി നിന്നവർ ഹല്ലേലൂയ അവനെ ശുശ്രൂഷ ചെയ്തു. നമുക്ക് ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കാത്ത പല സാഹചര്യങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ കഴിവോ യോഗ്യതയുമല്ല, യേശുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ആണ്. അതുകൊണ്ട് അരിമത്യാക്കാരൻ ജോസഫിനെ പോലെ ഹല്ലേലൂയ അവന് സുഗന്ധവർഗ്ഗങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യോപാസന പരത്തുന്ന അനേകരായിത്തീരുവാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുഷീണൻ കുരുടൻ സർവവും എനിക്കെച്ചിൽ പൂർണ്ണരേ ചാതരുന്നു ഞാൻ. ആയിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയും